ശരിക്കും നമ്മൾ അവിടെ അവൻ കാണുന്നത് ശരിക്കും അടിമയായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം ഇവൻ്റെ കയ്യിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അന്യം കാണുന്നത്, ഷമീറിനെയും കാണുന്നത്. ബാക്കിയുള്ള നല്ല എട്ടിൻ്റെ മണി കിട്ടിയിട്ടുള്ളത്. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്, മൂഞ്ചി തെറ്റിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും, ഓൻ്റെ ഷൂ തുടക്കല്, ഓൻ്റെ കാറ് കയറി അടിച്ചു കിട്ടിയല്ല. എന്റെ പൊന്നു ദൈവമേ, തൊപ്പി ഇത്രയ്ക്ക് ചീപ്പോ? ഞാൻ കരുതി തൊപ്പിക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഒക്കെ കാണുമെന്ന്. പഴയ തൊപ്പിയല്ല, പുതിയ തൊപ്പി. പക്ഷെ പുതിയ തൊപ്പി ഇത്രയ്ക്ക് കൂറയോ? ഇതാ പിള്ളേര് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടോ, ഒന്ന് കേട്ട് നോക്കിക്കേ. കാറുകളിലും ഒരു കുഴപ്പമില്ല, അതൊന്നും. കാരണം പക്ഷെ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓൻ്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും സമ്പാദിച്ചതിൽ നിന്ന് നമ്മളെ ഇതും നമ്മൾ കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോച്ചിപ്പ് ആടെ ഇവിടെ ഇതാക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഇതാക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അയ്യോ, ഇതുവരെ 2-2.5 കൊല്ലമായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. നിങ്ങൾക്കൊന്നും അറിയാത്ത, എനിക്ക് മാത്രം അറിയാവുന്ന പല ചെറ്റത്തിനുള്ള അയാൾക്കുണ്ട്. എനിക്കിട്ട് പണിയില്ല എന്നുള്ള ധൈര്യം അതായിരുന്നു. കഷ്ടമുണ്ട് തൊപ്പി. അന്തസ് വേണം എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയായല്ലോ. അല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊക്കെ ഇവരുടെ കളിയാണോ? ബിഗ് ബോസ് ഒക്കെ തുടങ്ങാൻ പോവല്ലേ? ബിഗ് ബോസിൽ തൊപ്പിയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് പോകാനുള്ള കളിയാണോ? എന്തായാലും തൊപ്പിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്കിതാണ്ട് ഈ സീന ഓർമ്മ വന്ന്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി.